ഫിഷ് കൊണ്ട് ബജ്ജി ഉണ്ടാക്കിയാലോ? ഫിഷ് ബജ്ജി. ഗൈസ്, നമുക്ക് അടിച്ചു കിട്ടിയ ചെറുമീൻ വെച്ച് ഒരു ഉഗ്രൻ റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. എന്തിനാണ് ഉണ്ടാക്കാൻ പോണേ? ഫിഷ് ബജി. ചെറുമീൻ കിട്ടിക്കഴിഞ്ഞാൽ അതിലെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് അതിനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുക എന്നതാണ്. പിന്നെ കട്ടിങ്ങിലൊക്കെ എക്സ്പേർട്ടായ നമ്മുടെ അമ്മ ചടപടാന്നാണ് ഐറ്റത്തിനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തത്. കല്ലുപ്പിട്ട് നല്ല രീതിയിൽ വിരവി എടുത്തില്ലെങ്കിൽ ചില മീനുകൾക്ക് ഉളുമ്പ് ചതയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും കല്ലുപ്പിട്ട് വിരവി നല്ല രീതിയിൽ കഴുകിയെടുത്ത ശേഷം ഇനിയുള്ള അടുത്ത ടാസ്ക് ഇവന്റെ മാംസം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക എന്നതാണ്. പൈനാപ്പിൾ പൂളുന്ന പോലെ മുള്ളിന്റെ രണ്ട് വശത്തു നിന്നും നമ്മൾ ഇവന്റെ മാംസം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയുള്ള അടുത്ത പരിപാടി ഇവനെ ഇതുപോലെയുള്ള സ്ലൈസുകളാക്കുക എന്നതാണ്. ഈ ഒരു ചടങ്ങും കൂടി കഴിഞ്ഞാൽ ഇവന്റെ കട്ടിംഗ് ടാസ്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവനെ വെച്ചുള്ള കുക്കിങ്ങിലേക്ക് കടക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു അരമുറി നാരങ്ങ എടുത്ത് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച ശേഷം കഷ്ണങ്ങളെല്ലാം നല്ല രീതിയിൽ വിരവി മെഴുകി എടുക്കണം കേട്ടോ. കുറച്ചു നേരത്തെ വിരവൽ കഴിഞ്ഞപ്പോൾ ഐറ്റം ദാ പൈനാപ്പിൾ കട്ട് ചെയ്ത പോലെ ഇരിപ്പുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാണുന്ന അളവിൽ ചൂടായിക്കൊണ്ടിരിക്കുന്നത് എണ്ണയല്ല, വെള്ളമാണ്. ഇനി നമ്മൾ സ്ലൈസ് ആക്കി വെച്ചിരിക്കുന്ന ഈ കഷ്ണങ്ങളെല്ലാം ഈ വെള്ളത്തിലേക്ക് പറക്കി നിരത്തുവാണ്. മീനിന്റെ മാംസം നല്ല കുക്കായി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രോസസ് ചെയ്യുന്നത്. ഇത്രയും ആയി കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് അടപ്പ് വെച്ച് ഇതിനെ അങ്ങ് അടച്ചു വെച്ചേക്കാം കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞ് അടപ്പ് മാറ്റി വെള്ളം വറ്റുന്നവരെ ഇതിനെ അങ്ങ് ചൂടാക്കേണ്ടതാണ്. ഈ ഒരു പരിപാടി കഴിയുമ്പോൾ തന്നെ മീനിന്റെ മാംസം നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ 3 സ്പൂൺ കടലമാവ് എടുക്കേണ്ടതാണ്. ഇതിലേക്ക് 1 സ്പൂൺ മൈദമാവും ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി 1 സ്പൂൺ പുട്ടിന്റെ പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി പൊടി ഐറ്റംസ് ആയി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്യുവാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി നമ്മൾ JCB കയറ്റി ഇളക്കി മറിക്കുന്ന പോലെ സ്പൂൺ ഉപയോഗിച്ച് അങ്ങ് ഇളക്കി മറിക്കണം കേട്ടോ. ഇനി ചെയ്യേണ്ടത് കോൺക്രീറ്റിന് ചാന്ത് കുഴയ്ക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് ഈ കാണുന്ന കട്ടിയിൽ ഇതിനെ അങ്ങ് കലക്കി എടുക്കേണ്ടതാണ്. ഇത്രയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന അളവിൽ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിതിനെ നല്ല രീതിയിൽ കലക്കിയെടുക്കാം. ഇനിയുള്ളതാണ് യഥാർത്ഥ ടാസ്ക്. ചട്ടി സ്റ്റൗവിൽ വെച്ച് നല്ല പ്യുവർ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഓരോ കഷ്ണം മീനെടുത്ത് നല്ല രീതിയിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിലിട്ട് അങ്ങ് മെഴുകുവാണ്. ഇത് കഴിഞ്ഞാൽ ഇതിനെ മാവിൽ നിന്നെടുത്ത് അതുപോലും അറിയാതെ വളരെ മൃദുലമായി എണ്ണയിലേക്ക് അങ്ങ് ഇടുവാണ്. എടുത്തിരിക്കുന്ന മീനിന്റെ കഷ്ണം കൂടുതലായതുകൊണ്ട് തന്നെ 2-3 ബാച്ചായി നമ്മൾ ഇവരെ ബജിയാക്കേണ്ടി വരുമെന്നുള്ള കാര്യം തീർച്ചയാണ്. എന്തായാലും മാവിൽ മുക്കി എണ്ണയിൽ കിടക്കുന്ന മീനിന്റെ കഷ്ണം കാണാൻ നല്ല അടിപൊളി ലുക്ക് ആയിട്ടുണ്ട്. ഇനി ചട്ടിയിൽ കിടക്കുന്ന ബജിക്കുട്ടന്മാര് മൂത്ത് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ കൂടെ തന്നെ കാണണം കേട്ടോ. റെഡി ആയ ശേഷം ഇവന്മാരെ കോരി തൊട്ടടുത്തുള്ള പാത്രത്തിലേക്ക് വെച്ചപ്പോഴോ ഇവന്മാരെ കാണാൻ നമ്മുടെ വടക്കടയിലൊക്കെ ഇരിക്കുന്ന മുളക് ബജിയുടെയൊക്കെ അതേ ഒരു സെയിം ലുക്ക്. ഇവർക്ക് കോമ്പിനേഷൻ ആയി കുറച്ച് സോസും കൂടി ഒരു പാത്രത്തിൽ എടുത്താൽ സംഭവം അടിപൊളി. ഇനി നമ്മൾ എല്ലാവരും കൊതിയോടെ കാത്തിരിക്കുന്ന അടുത്ത ചടങ്ങെന്നത് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നതാണ്. ആദ്യം തന്നെ നമ്മുടെ ആമിക്കുട്ടിക്ക് ഇത് ടേസ്റ്റ് ചെയ്യാനായി കൊടുത്തപ്പോ ആശാത്തിക്ക് ഇത് വളരെ അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. പൊക്കി പറയാണെന്ന് വിചാരിക്കേണ്ട, ആർക്കായാലും ഒരെണ്ണം എടുത്ത് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിച്ചോണ്ടിരിക്കാൻ തോന്നും. സംഭവം എന്തായാലും അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട്. പറ്റുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.